സൂപ്പർ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബൈക്കിലായിരിക്കും ഓഫീസിൽ പോയെന്ന്. അല്ല മക്കളെ, ബൈക്ക് എടുത്ത് റൂമിൽ വെച്ചിട്ട് റൂമിൽ കയറിയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് പിന്നെ റൂമിൽ പോയി ഫോർമൽ ഷൂ ഇട്ടിട്ട് ആണ് ഞാൻ ഓഫീസിലോട്ട് വന്നത്. ഇനി ഞാൻ ഓഫീസ് വരെ എങ്ങനെ വന്നതെന്ന് നിങ്ങൾ ബാക്കി പോയി കാണാം. അവർക്ക് എന്തൊക്കെയോ ഷിഫ്റ്റിംഗ് ചെയ്യാനുണ്ട്. അവരുടെ വീട്ടിൽ ഇരുന്ന സാധനങ്ങൾ എനിക്കൊന്ന് ടേബിൾ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അതെല്ലാം കൂടി എടുത്ത് എൻ്റെ റൂമിൽ വെക്കണമെന്ന് പറഞ്ഞു. അവിടെ സ്ഥലമില്ലെന്ന് പറയുന്നു. അപ്പോൾ അതും പിന്നെ നനയ്ക്കാൻ കൊണ്ടുപോയ തുണിയും അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വൈകുന്നേരം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. സെറ്റ് എല്ലാം റെഡിയായി. പിന്നെ ഇറങ്ങട്ടെ. മൺഡേ ബ്ലൂസ്. മുടി കണ്ടമാനം വളർന്നു. ഇന്നൊന്ന് വെട്ടണം. കുറേ നാളായി വെട്ടിയിട്ട്. എനിക്കൊന്ന് 1 മാസത്തോളമായി. മുടി ഇത്ര നാൾ വെട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാതെ പിന്നെ പറയാം. ഇന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടോ, കറക്റ്റ് സമയത്തിനെത്തി. കാപ്പിക്കൂര് കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഉലാത്താനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് ഗൈസ്. മറ്റേ ഓഫീസിൽ വെളിയിലോട്ട് ഇറങ്ങിയ ഒരുപാട് സാധനങ്ങൾ കഴിക്കാനും കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല. ഇത് കുറച്ച് മൂടൽ സ്ഥലമാണ് കേട്ടോ. ഒന്നുമില്ല പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ഏരിയയിൽ. ഹെൽത്തി. ഇതാണ് ഞാൻ അന്നദാനം കഴിച്ച അമ്പലം. കൊള്ളാല്ലേ? ഒരുപാട് നാളായി മൈസൂർ പാക്ക് കഴിച്ചിട്ട്. കൊള്ളാം. പക്ഷേ ആ ഒരു കറങ്ങി നടക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടുന്നില്ല ഓഫീസിൻ്റെ അടുത്ത്. ഒരു പാർക്കോ ഒരു ബീച്ചോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ബോറടിക്കുമ്പോൾ പോയി ഇരിക്കായിരുന്നു. എത്ര നേരമാണെന്ന് പറഞ്ഞാൽ ഓഫീസിലിരിക്കുന്നത്. വീട്ടിൽ പോകാം. 6:35, 5 മിനിറ്റ് എക്സ്ട്രാ പണിയെടുത്ത്. അപ്പോൾ നാളെ ഒരു 15 മിനിറ്റ് പയ്യെ വന്നാൽ മതി. ഇന്ന് 5 മിനിറ്റ് കൂടുതൽ പണിയെടുത്തത് കൊണ്ട് നാളെ മനഃപൂർവ്വം 15 മിനിറ്റ് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് തെണ്ടിയല്ല ഞാൻ. ഇവിടെ ഹായ്, എത്ര നാളായി കണ്ടിട്ട്. JCB കണ്ടപ്പം മനസ്സിന് എന്തോ ഒരു സന്തോഷം ഉള്ളതുപോലെ. അപ്പോൾ റൂമിലെത്തി. ഇനി എന്നാൽ പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവർ പറഞ്ഞ പോലെ അവരുടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. 1-2 പെട്ടിയും പിന്നെ വേറെ എന്തോ ടേബിളാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കൊണ്ടുവരാനുണ്ട്. പിന്നെ ഞാൻ നനയ്ക്കാൻ കൊടുത്ത എൻ്റെ ഡ്രസ്സും എടുത്തുകൊണ്ട് വരണം. പിന്നെ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ഓസിന് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ എന്നത്തിനാണ് എൻ്റെ കാശ് മുടക്കി വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ശരി, ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നും കാണത്തില്ല. വല്ലതും ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങും. അപ്പം ശരി, നാളെ കാണാം. ബൈ. എന്തോ ചേച്ചി സ്പെഷ്യല്? പിന്നെന്ത് ടെസ്റ്റർ കണ്ണപ്പൻ. സൂപ്പർ.